അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വുളൂആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യമാണ്. ഒരു വലിയ ഫിഖ്ഹിൻ്റെ വലിയൊരു ക്ലാസ്സൊന്നുമല്ല, എന്നാൽ കൂടെ നമുക്കൊക്കെ അറിയുന്ന നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ള വുളൂ നമ്മളെ പഠിച്ചതുപോലെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുന്നതിനുള്ളൊരു അവസരം എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു കാര്യമാണ് പറയുന്നത്. വുളൂവിനെ കുറിച്ചിട്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതൊക്കെ നിയ്യത്തോടു കൂടി ബിസ്മി ചൊല്ലിക്കൊണ്ട് ആദ്യം നമ്മൾ കൈ 3 പ്രാവശ്യം കഴുകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിൽ വെള്ളം കയറ്റി 3 പ്രാവശ്യം കൊപ്പിളിക്കും. എന്നാൽ കൊപ്പിളിക്കുക, കുലുക്കുഴിയുക എന്നൊക്കെയുള്ള പ്രാദേശികമായിട്ട് വ്യത്യസ്തമായ വാക്കുകളുണ്ടാവും. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും 3 പ്രാവശ്യം, മുഖം 3 പ്രാവശ്യം കഴുകും. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ക്രമം പഠിച്ചിട്ടുള്ളത്. അങ്ങനെ മുഖം കൈമുട്ട് വരെ, തല തടവൽ, ചെവി തടവൽ, കാലുകൾ. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഹദീസുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്നതാണ് നമ്മൾ കൈ ആദ്യം ഗസല കഫൈഹി, കൈ രണ്ടും കഴുകി. പിന്നെ സുമ്മ മൽമല എന്നാണ്. ഈ മൽമല എന്നുള്ളതിനാണ് നമ്മൾ കുൽക്കുഴിയുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ അധികം പേരും, അതാണ് നമ്മൾ പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം പേരും വായിൽ വെള്ളമാക്കി തുപ്പുകയാണ് ചെയ്യുന്നത്. കുലുക്കുഴിയുക എന്ന് പറയുന്ന സംഗതി, അത് കൊപ്പിളിക്കുക അല്ലെങ്കിൽ കുലുക്കുഴിയുക എന്ന് പറയുന്ന സംഗതി നല്ലൊരു ശതമാനം പേരും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറില്ല. പൊതുവിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുലുക്കുഴിയുക പിന്നെ അല്ലെങ്കിൽ കൊപ്പിളിക്കുക എന്ന് പറയുന്നത് മല എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മൾ വായിൽ വെള്ളമാക്കി വെറുതെ തുപ്പിക്കളയുന്നത് ആ കുലുക്കുഴിയലാവില്ല. ഇതിൻ്റെ ഒരു പ്രയോജനം കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഒന്നത് സുന്നത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള വായിൽ വെള്ളമാക്കി തുപ്പുക എന്നുള്ളതല്ല, കുലുക്കുഴി എന്നുള്ളതാണ്. അപ്പോൾ വായിലെ എല്ലാ ഭാഗവും വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം കുറച്ച് ശക്തിയിൽ തന്നെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിൻസ്, നമ്മൾ ഇതിൻ്റെ ഹദീസിൻ്റെ ഇംഗ്ലീഷ് നോക്കിയാണെങ്കിൽ റിൻസ് എന്നുള്ളതാണ്. ഞങ്ങൾ വാഷിംഗ് മെഷീനിലൊക്കെ റിൻസ് എന്ന് പറയുന്നത് വെള്ളമാക്കിയിട്ട് അങ്ങനെ തുറന്നു പോകല്ലോ, അത് നന്നായിട്ട് ചുഴറ്റി വിടില്ലേ. ആ ചുഴറ്റി വിടുക എന്നുള്ളത് പ്രോസസ്സ് വായിൽ നടക്കേണ്ടതുണ്ട്. ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയത്, എനിക്ക് കുറച്ച് ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചപ്പോൾ ഒരു വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞ സാധനം നിർദ്ദേശിച്ചു. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. ഈ വാട്ടർ ഫ്ലോസ് എന്ന് പറയുന്ന വെള്ളം നമ്മൾ ശക്തിയിൽ അടിച്ച് കഴുകുന്നൊരു മെഷീനാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വായുടെ പല പ്രശ്നങ്ങളും നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വുളൂവിൽ ഒക്കെ ഉള്ളതുപോലെ കുലുക്കുഴിയുന്ന ശക്തിയായിട്ട് കുലുക്കുഴിയാണെങ്കിലും ഇതേ എഫക്റ്റ് ഉണ്ടാവുമല്ലോ മെഷീനൊന്നും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അന്ന് മുതലാണ് ഞാനും ഇത് ശരിക്കും ശ്രദ്ധിച്ച് തുടങ്ങിയത്. നമ്മൾ കുലുക്കുഴിയിലും വായ വെള്ളമാക്കി തുപ്പലും രണ്ട് തന്നെയാണ്. വുളൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലതുപോലെ വായിൽ വെള്ളമാക്കി കുലുക്കുഴിയുക എന്ന് പറഞ്ഞ ശീലം ഉണ്ടായാൽ അത് സുന്നത്താണ്. രണ്ടാമത് നമ്മുടെ ഓറൽ ഹെൽത്തിന് വളരെ ഗുണമായിരിക്കും. നമ്മുടെ മക്കളെയൊക്കെ അത് ശീലിപ്പിക്കുക. വായ വെള്ളമാക്കി തുപ്പിക്കളയല്ല, വായ വെള്ളമാക്കിയിട്ട് നല്ലതുപോലെ കുലുക്കുഴിയുക എന്ന് പറയുന്ന ശീലം തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, വസ്തൻസറ എന്നാണ് അതിൽ പറയുന്നത്, വെള്ളമാക്കിയിട്ട് ചീറ്റുക എന്നത്. അപ്പോൾ നമ്മൾ അധിക പേരും വായ വെള്ളമാക്കുമ്പോൾ അതിൻ്റെ കൂടെ മൂക്കിലേക്ക് ഒന്ന് ആക്കിയെന്ന് വരുത്തലാണ്. അങ്ങനെയല്ല, 2 സെപ്പറേറ്റ് തന്നെയാണ് ഹദീസുകളിൽ കാണുന്നത്. അത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക തന്നെയാണ് വേണ്ടത്. മൂക്കിൽ വെള്ളം കയറണം, ചീറ്റണം, മൂക്കിലുള്ള അഴുക്കുകൾ പോവുക. ഇത് രണ്ടും നമ്മളെ ഹെൽത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അതിലുപരി ഇത് സുന്നത്ത് എങ്ങനെയാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ ദീനിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ നന്മകൾ നേടിയെടുക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.